Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഓൺലൈൻ ഷെയർ തട്ടിപ്പ്. കൈതപ്രം സ്വദേശിയുടെ 38 ലക്ഷം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ രാജസ്ഥാനിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടി. ജയ്പൂർ സ്വദേശി കമലേഷിനെയാണ് പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. താവം മേൽപ്പാലത്തിലെ കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. മേൽപ്പാലത്തിലെ കുഴിയടക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. ശക്തമായ മഴയെ തുടർന്ന് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. റോഡുകൾ പലതും സഞ്ചാരയോഗ്യമല്ലാതായി. നഗരസഭയിലെ കാപ്പാട്, കാനായി, തോട്ടംകടവ്, പറവന്തട്ട, മുത്തത്തി പ്രദേശത്തെ വീടുകളിൽ നിന്നും ആൾക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചെറുകുന്ന് കുന്നിൻമതിലകം ശിവക്ഷേത്രത്തിന് സമീപം കുന്നിടിഞ്ഞു. ക്ഷേത്രം അപകട ഭീഷണിയിൽ. ക്ഷേത്രമതിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിൽ. എം വിജയൻ MLA സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ഷെയർ തട്ടിപ്പ്. കൈതപ്പുറം സ്വദേശിയുടെ 38 ലക്ഷം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ രാജസ്ഥാനിൽ നിന്ന് പോലീസ് സാഹസികമായി പിടികൂടി. ജയ്പൂർ സ്വദേശി കമലേഷിനെയാണ് പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. ഷെയർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച് കൈതപ്പുറം സ്വദേശിയുടെ 38 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയെ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പിലിവാളിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് രാജസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ജയ്പൂർ ജോഡ്വാര കർത്താനി പ്രൈമിലെ പ്രതാപ് സർക്കിൾ പ്ലോട്ട് 154-ലെ പരമറാമിന്റെ മകൻ കമലേഷിനെയാണ് പിടികൂടിയത്. റൂറൽ അഡീഷണൽ SP KS ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചയോളം രാജസ്ഥാനിൽ ക്യാമ്പ് ചെയ്താണ് ജൂൺ 14-ന് അജ്മീറിന് സമീപം കിഷൻഗഞ്ച് എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പിടികൂടിയത്. പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കണ്ണൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു. കൈതപ്പുറത്തെ നവരംഗം വീട്ടിൽ U കുഞ്ഞിരാമന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. ജെഫ്രീസ് വെൽത്ത് മൾട്ടിപ്ലിക്കേഷൻ സെന്റർ 134 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട ജൂലിയ ജെഫിൻ എന്ന വ്യക്തി ജൂലിയ സ്റ്റെറിൻ എന്ന സൈറ്റ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് അതുവഴി നിർദ്ദേശിച്ച വിവിധ അക്കൗണ്ടുകളിലേക്ക് 2024 മെയ് 9 മുതൽ ജൂൺ 5 വരെയുള്ള ഒരു മാസക്കാലമാണ് കുഞ്ഞിരാമൻ പണം നിക്ഷേപിച്ചത്. എന്നാൽ നിക്ഷേപിച്ച തുകയോ ലാഭവിഹിതമോ ലഭിക്കാത്തതിനെ തുടർന്ന് 2024 സെപ്റ്റംബർ 16-നാണ് പരിയാരം പോലീസിൽ പരാതി നൽകിയത്. തട്ടിപ്പിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള കണ്ണികളുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് കേസ് റൂറൽ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ഇവരുടെ അന്വേഷണത്തിനിടയിൽ തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് 47,000 രൂപ കുഞ്ഞിരാമന് തിരികെ ലഭിച്ചിരുന്നു. സൈബർ സെൽ SI സൈബുകുമാർ, ASI മുഹമ്മദ് റഷീദ്, സീനിയർ CPOമാരായ PP സിയാദ്, CP ദിൽജിത്ത് എന്നിവരാണ് രാജസ്ഥാനിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. താവം മേൽപ്പാലത്തിലെ കുഴിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ PWD ഓഫീസിലേക്ക് എത്തിയത്. പ്രവർത്തകരെ ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ഇത് ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. മഴ പെയ്തതോടെ താവം മേൽപ്പാലത്തിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഗേറ്റിനു മുന്നിൽ പഴയങ്ങാടി പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരിൽ ചിലർ ഗേറ്റ് ചാടിക്കടന്ന് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമവും നടത്തി. ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. മേൽപ്പാലത്തിലെ കുഴികളടക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ പറഞ്ഞു. നിങ്ങൾ എന്താ പറയാ ദിവസം അതുവഴി യാത്ര ചെയ്യുന്നവരാണ്.
അവിടുത്തെ കുഴിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പാലത്തിന്റെ മുകളിൽ കമ്പി കണ്ടു. രാത്രികാലങ്ങളിൽ ഒരു പ്രകാശവുമില്ലാതെ തന്നെ ദിവസവും അപകടങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. ആ കുഴിയിൽ ഒരു ചെറിയ ഒരു ബൈക്ക് അടക്കം വീണിട്ടുണ്ടെങ്കിൽ കൃത്യമായി ബൈക്കുകൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ച് അവിടെ അതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കൂടെ MLA ഒരു ദിവസം 2-3 തവണ പോകുന്ന MLA ആ ഒരു കുഴി കണ്ടിട്ട് കണ്ണടച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ PWD ഉദ്യോഗസ്ഥരും അതാണ് ചെയ്യുന്നത്. ഒരു അപകടം വന്ന് അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഇതിന്റെ പേരിൽ നടപടിയെടുത്ത് അല്ലെങ്കിൽ കുഴി അടക്കുന്നതിന് പകരം അത് സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി കുഴികൾ അടക്കണമെന്നാണ് നമ്മൾ ഇന്നിവിടെ വന്ന് PWDയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. ഇനിയും ഈ ഒരു കുഴി അടക്കാതെ ഇവർ കണ്ണുമൂടി നിൽക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേരിട്ടിടപെട്ട് ആ കുഴികൾ അടക്കുന്നതായിരിക്കും എന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്ന് പ്രവർത്തകർ PWD ഓഫീസർമാരുമായി ചർച്ച നടത്തി. പ്രശ്നം ഗൗരവമായി കണ്ട് നടപടിയെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പുത്തൻപുരയിൽ രാഹുൽ, ശോഭിത് ഏഴോം, അഹമ്മദ് യാസിൻ, അക്ഷയ് മാട്ടൂൽ, മുബാസ് CH, സൗരവ് വെങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ശക്തമായ മഴയെ തുടർന്ന് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. റോഡുകൾ പലതും സഞ്ചാരയോഗ്യമല്ലാതായി. നഗരസഭയിലെ കാപ്പാട്, കാനായി, തോട്ടംകടവ്, പരവന്തട്ട, മുത്തത്തി പ്രദേശത്തെ വീടുകളിൽ നിന്നും ആൾക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കുടുംബങ്ങളെയും കന്നുകാലികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. കാപ്പാട്ടെ PC ശശി, TT നാരായണി, PC നാരായണി, പാലക്കിൽ യശോദ, PC രാഘവൻ, പാലക്കിൽ രഞ്ജിനി, കൊവ്വൽ ലക്ഷ്മി, തോട്ടത്തിൽ നാരായണി, ചാമുണ്ടി ബാലകൃഷ്ണൻ, മാടക്കൽ കമലാക്ഷി തുടങ്ങി നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കാപ്പാട്ടെ പാലക്കിൽ രഞ്ജിനിയുടെ കുടുംബത്തെ പരവന്തട്ട പാവൂർ മന്ദിരത്തിലേക്ക് മാറ്റി. പരവന്തട്ട കാപ്പാട് പ്രദേശത്തെ കന്നുകാലികളെ പരവന്തട്ട ക്ഷേത്ര മൈതാനിയിലേക്കാണ് മാറ്റിയത്. ആവശ്യമായ അടിയന്തര സഹായം എത്തിക്കുന്നതിന് പ്രദേശം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തോട് മൂടിയതിനെ തുടർന്ന് പയ്യന്നൂർ അമ്പലത്തറ ഭാഗത്തെ 25ഓളം വീടുകളാണ് വെള്ളത്തിനടിയിലായത്. കാലങ്ങളായി വെള്ളമൊഴുകിയ തോട് മൂടിയതോടെ ദേശീയപാതയുടെ പയ്യന്നൂർ ബൈപ്പാസ് കടന്നുപോകുന്ന അമ്പലത്തറയിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ വഴിയില്ലാതായി. ഇതാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. കോറോങ്, കാനായി, പരവന്തട്ട അണ്ടർപാസിലും വെള്ളക്കെട്ട് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ്. കരിവെള്ളൂരിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിൽ ഓവുചാൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ഭീഷണിയാണ്. കരിവെള്ളൂർ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തി ക്ഷേത്രവും പരിസരവും വെള്ളത്തിലായി. കുണിയനിൽ E രമേശൻ, O കുഞ്ഞമ്പു, K പവിത്രൻ, T ചന്ദ്രിക, എടച്ചേരി റീന, KP രാഹുൽ തുടങ്ങിയവരുടെ വീടുകളിലേക്കും വെള്ളം കയറി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനെയും പയ്യന്നൂർ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരളം കുറ്റൂർപാലം റോഡിൽ വെള്ളം കയറി. DYFI പെരളം മേഖലാ കമ്മിറ്റിയുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും നേതൃത്വത്തിൽ കൊഴുമൽ അമ്പലം മുതൽ വെരീക്കര വയൽ വരെയുള്ള റോഡിലുള്ള വെള്ളക്കെട്ട് നീക്കം ചെയ്യുകയും റോഡിലേക്ക് വീണ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ CPIM മാടായി ഏരിയ കമ്മിറ്റി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ CPIM മാടായി ഏരിയ കമ്മിറ്റി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പിലാത്ര ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഗൗരവമായ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷകനും അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ലോകം ഒരു വലിയ സർവനാശത്തിൻ്റെ വക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചതോടുകൂടി പശ്ചിമേഷ്യൻ മേഖലയാകെ ഒരു വലിയ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാകെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളാകെ പ്രതിസന്ധി നേരിട്ടാൽ സ്വാഭാവികമായും അത് ലോകത്തെ മുഴുവൻ ബാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ ആണവ ആയുധങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നിങ്ങൾക്കറിയാം. നിരവധി ആണവ പരീക്ഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ആ ആണവ നിലയങ്ങൾക്ക് നേരെയാണ് ഇസ്രയേലിൻ്റെ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആ ആണവ നിലയങ്ങൾ തകർന്നാൽ സ്വാഭാവികമായും ഇറാൻ മാത്രമല്ല തകരുക. ആ ആണവ നിലയങ്ങളിലുള്ള അണുവികിരണങ്ങൾ
ഈ ലോകത്തെ മുഴുവൻ ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. CM വേണുഗോപാലൻ അധ്യക്ഷനായി. K പത്മനാഭൻ, IV ശിവരാമൻ, AV രവീന്ദ്രൻ, MV രാജീവൻ, MV ശകുന്തള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബുധനാഴ്ച പ്രവേശനോത്സവം നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പയ്യന്നൂർ റീജിയണൽ തല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. 41 സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന പയ്യന്നൂർ റീജിയണിൽ 4 വിഭാഗങ്ങളിലായി വെബ് ഡെവലപ്പർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, FTCP, ഗ്രാഫിക് ഡിസൈനർ, ഫ്ലോറികൾച്ചറിസ്റ്റ്, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പർ, മൈക്രോ ഇറിഗേഷൻ, മാസ്റ്റർ ഗാർഡനർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമ ലാബ്, ഡയറ്റിക് എയ്ഡ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്, ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ഫാഷൻ ഡിസൈനിംഗ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേഷൻ തുടങ്ങി 34 ഇനങ്ങളിലുള്ള കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. കോഴ്സ് പൂർത്തിയായി പുറത്തിറങ്ങുന്നവർക്ക് അന്തർദേശീയ അംഗീകാരമുള്ള NSQF സർട്ടിഫിക്കറ്റ് കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വോയേജ് 2025 പ്രവേശനോത്സവം VHSC പയ്യന്നൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ വർഷം മാർച്ചിൽ ഒരു പൊതുപരീക്ഷ കഴിഞ്ഞാൽ അടുത്ത മാർച്ചിൽ പൊതുപരീക്ഷ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സ്കൂൾ ലെവലിൽ നടത്തുന്ന പരീക്ഷകളാണ് ഉള്ളത്. ഫസ്റ്റ് ഇയറും പബ്ലിക് എക്സാമാണ്, സെക്കൻഡ് ഇയറും പബ്ലിക് എക്സാമാണ്. ഫസ്റ്റ് ഇയറിൽ വരുന്ന മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന മക്കളാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസ ഘട്ടകാലം കഴിഞ്ഞു. ഇനി വരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച രീതിയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, മതിയോ? ഓരോ ക്ലാസ് ഉയരുമ്പോഴും നമ്മുടെ സിലബസ് കൂടും. അതനുസരിച്ചിട്ട് എന്ത് വേണം? നമ്മുടെ സമയം കൂടുന്നോ? ഇല്ല. എല്ലാവർക്കും ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. സമയമൊന്നും കൂടുന്നില്ല, പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങളും. സ്കൂൾ പ്രിൻസിപ്പൽ KV ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KP അബ്ദുള്ള മുഖ്യാതിഥിയായി. NSS കോർഡിനേറ്റർ ബിജു പ്രമോദ്, K ഇന്ദിര എന്നിവർ മൊഡ്യൂൾ അവതരണം നടത്തി. പഞ്ചായത്ത് അംഗം VP സുനീറ, PP അബ്ദുള്ള മാസ്റ്റർ, B വിനോദ് കുമാർ, PP ദാവൂദ്, TP റഹീന, PP ഷീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാനത്ത് കാട് മൂടിക്കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കുന്നതിന് ഉടമ തയ്യാറാകുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി ചെലവ് ഉടമയിൽ നിന്നും വഹിക്കും. ഇത് കർശനമായി നടപ്പിലാക്കുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാനത്ത് കാട് മൂടിക്കിടക്കുന്ന പറമ്പുകൾ ഉടമ വൃത്തിയാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി അതിന്റെ ചെലവ് ഉടമയിൽ നിന്നും ഈടാക്കാമെന്ന പഞ്ചായത്ത് രാജ് ചട്ടം കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തൊട്ടാകെ കാട് പിടിച്ച പറമ്പുകൾ വൃത്തിയാക്കി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കാൻ പറമ്പുകളുടെ ഉടമകൾക്കും കൈവശക്കാർക്കും നിർദ്ദേശം നൽകണമെന്ന് സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകി കഴിഞ്ഞു. അയൽപ്പക്കത്തെ കാടുകയറി കിടന്ന പറമ്പിൽ നിന്നുള്ള പാമ്പ് കടിയേറ്റ് 2021 മാർച്ച് 24-ന് 3 വയസ്സുകാരനായ കുട്ടി മരിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് കാടുപിടിച്ച പറമ്പുകൾ വൃത്തിയാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കർശനമായി നടപ്പാക്കാനൊരുങ്ങുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാടുപിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് 1994-ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിൽ സെക്ഷൻ 238, 239, 240 പ്രകാരം ഉടമകൾക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. കാടുപിടിച്ച പറമ്പ് വ്യക്തിക്കോ കൃഷിക്കോ ആപത്തുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പഞ്ചായത്ത് കരുതുന്ന പക്ഷം ആ സ്വകാര്യ പറമ്പിലെ വൃക്ഷമോ ശാഖയോ മുറിച്ചു മാറ്റണമെന്നും കാട്ടുചെടികൾ, ഹാനികരമായ വൃക്ഷസസ്യാദികൾ, വിഷകരമായ ഇഴജന്തുക്കൾ, ഉപദ്രവകാരികളായ മൃഗങ്ങൾ എന്നിവ അയൽപ്പക്കത്തിന് ഉപദ്രവകരമായിട്ടുള്ളതാണെങ്കിൽ ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടി സ്വീകരിക്കുന്നതിന് പറമ്പിന്റെ ഉടമയോടോ കൈവശക്കാരോടോ നിർദ്ദേശിക്കണമെന്നാണ് ചട്ടം. അവർ ചെയ്യാത്ത പക്ഷം സെക്രട്ടറിക്ക് നേരിട്ട് വൃത്തിയാക്കാം. ഇതിന് വരുന്ന ചെലവ് ഉടമയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. വളർത്തുമൃഗങ്ങളുടെ ക്യാമ്പൊരുക്കി കർഷക സംഘം. ചെറുതാഴം പഞ്ചായത്തിലെ കോട്ട, കോട്ടക്കുന്ന്, പുറച്ചേരി മേഖലകളിൽ കന്നുകാലികളുടെ തൊഴുത്തുകളിൽ വെള്ളം കയറുകയും പുല്ലും തീറ്റയും നശിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കർഷകരെ സഹായിക്കാനും കന്നുകാലികളെ സംരക്ഷിക്കാനും ആവശ്യമായ പ്രവർത്തനം കർഷക സംഘം ഏറ്റെടുത്തത്. ചെറുതാഴം പഞ്ചായത്തിലെ കോട്ട, കോട്ടക്കുന്ന്, പുറച്ചേരി മേഖലകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 30ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയപ്പോൾ അവരുടെ കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കാൻ പ്രയാസകരമായി. കന്നുകാലികളുടെ തൊഴുത്തുകളിൽ വെള്ളം കയറുകയും പുല്ലും തീറ്റയും നശിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്
കർഷകരെ സഹായിക്കാനും കന്നുകാലികളെ സംരക്ഷിക്കാനും ആവശ്യമായ പ്രവർത്തനം കർഷക സംഘം ഏറ്റെടുത്തത്. മാറ്റിപ്പാർപ്പിച്ച 46 പശുക്കൾക്കും കിടാരികൾക്കും ആവശ്യമായ കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനം കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ നിർവഹിച്ചു. ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും എല്ലാ വീടുകളുമായി ഈ പ്രദേശത്തെ CPM-ൻ്റെയും കർഷക സംഘത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഇടപെട്ടുകൊണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2018 പ്രളയത്തിൻ്റെ ഭാഗമായി ഇവിടെ വെള്ളം കയറിയപ്പോൾ കർഷക സംഘം മുൻകൈയെടുത്ത് കന്നുകാലികളെ സംരക്ഷിക്കാൻ ആവശ്യമായ വിധത്തിൽ ഒരു പ്രത്യേകം ക്യാമ്പ് തന്നെ ആരംഭിച്ചാണ് ഇവിടെ കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത്. അന്ന് നമുക്ക് വീട്ടിൽ താമസിക്കാൻ വേണ്ടി പ്രയാസമായപ്പോൾ നമ്മുടെ അർത്തിൽ സ്കൂളിലേക്ക് ആളുകൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കാനും എല്ലാ ഭക്ഷ്യസാധനം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അർത്തിൽ ക്യാമ്പിൽ വെച്ച് നമുക്കന്ന് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC തമ്പാൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. K മനോഹരൻ, KPV ഗോവിന്ദൻ, U ഭരതൻ, M അനിൽകുമാർ, PV രമേശൻ, M ഷൈജു, MV അജയൻ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘവും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയും 1300 രൂപ വില വരുന്ന 25 ചാക്ക് കാലിത്തീറ്റ സംഭാവനയായി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് കുന്നിൻമതിലകം ശിവക്ഷേത്രത്തിന് സമീപം കുന്നിടിഞ്ഞു. ക്ഷേത്രവും അപകട ഭീഷണിയിലാണ്. ക്ഷേത്രമതിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിലാണ്. M വിജയൻ MLA സ്ഥലം സന്ദർശിച്ചു. ചെറുകുന്ന് കൂവപ്പുറത്ത് കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് സമീപത്തായാണ് മണ്ണിടിച്ചിൽ. കല്ലുകളും പാറക്കഷ്ണങ്ങളും ഉൾപ്പെടെ താഴേക്ക് പതിച്ചിരിക്കുകയാണ്. മുൻഭാഗത്തെ മതിലും ചെരിഞ്ഞ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. ഇതോടൊപ്പം ക്ഷേത്രവും അപകട ഭീഷണിയിലാണുള്ളത്. കഴിഞ്ഞ വർഷം ഇവിടെയുണ്ടായ കുന്നിടിച്ചിലിൽ താഴെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു. സ്ഥലം M വിജയൻ MLA സന്ദർശിച്ചു. ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ക്ഷേത്രത്തിന് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് MLA പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശ്രീ കുന്നിൻമതിലകം ശിവക്ഷേത്രം നമുക്കറിയാം. ചെറുകുന്ന് പഞ്ചായത്തിൽ പേരെന്ന പോലെ തന്നെ കുന്നിന് മുകളിൽ, കാരണം ഒരുപാട് പടികൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ശക്തമായ മഴയിലാണ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പാറക്കഷ്ണം അത് പൊട്ടിവീഴുന്ന ഒരു നിലയുണ്ടായത്. അതിനെ തുടർന്ന് ഈ വരുന്ന മഴയിൽ മണ്ണ് ഒലിച്ചു പോവുകയും ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ചെറിയ അപകടം സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ദേവസ്വവുമായി ബന്ധപ്പെട്ട ഈ വിഷയം അടിയന്തരമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്തും. ദേവസ്വത്തിന് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെ തീർച്ചയായും നാട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം ദേവസ്വവുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളത് ഗൗരവമായി തന്നെ കാണും. നല്ല ജാഗ്രത ഉണ്ടാക്കണം. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ താഴെ നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അവരോടെല്ലാം ജാഗ്രത പറഞ്ഞതാണ്. ഏതായാലും ഒരു ജാഗ്രത ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, K മോഹനൻ, PL ബേബി, KV അജേഷ്, T നിർമ്മല തുടങ്ങിയവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ കാടങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞു. പാറക്കല്ലും ചരൽമണ്ണും ഇളകി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപം വീണു. കുന്നിടിഞ്ഞ സ്ഥലത്തും കുളങ്ങാട്ട് മലയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. കാടങ്കോട് പൊള്ളയിലെ KC നുസൈബ, KC അഫ്സത്ത് എന്നിവരുടെ വീടുകളിലുള്ളവർ ആശങ്കയിലാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെ 3 മണിക്കൂറുകൾ കൊണ്ടാണ് ചരൽമണ്ണും പാറയും മരങ്ങളും വീടിന്റെ അടുക്കള ഭാഗത്ത് പതിച്ചത്. വീട്ടുകാർ തൊട്ടടുത്ത വീട്ടിലാണ് രാത്രി കഴിഞ്ഞത്. കുന്നിടിഞ്ഞ സ്ഥലത്തും കുളങ്ങാട്ടുമലയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. ജില്ലാ കളക്ടറെ MP ഫോണിൽ ബന്ധപ്പെട്ട് മലയ്ക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളുടെ ആശങ്ക അറിയിച്ചു. വേഗത്തിൽ വേണ്ട ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുളങ്ങാട്ടുമലയുടെ മുകൾ ഭാഗത്തുണ്ടായ ആഴത്തിലുള്ള വിള്ളൽ ജിയോളജി വകുപ്പ് അധികൃതർ ഉൾപ്പെടെ പരിശോധിച്ച് കുത്തിയൊഴുകുന്ന വെള്ളം മറ്റൊരു ചാലിലൂടെ നീക്കിവിടാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇല്ലെങ്കിൽ മനുഷ്യജീവനുകൾക്കും സ്വത്തുക്കൾക്കും വ്യാപക നാശനഷ്ടത്തിനിടയാക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. തുടർന്ന് ചെറുവത്തൂർ കാടങ്കോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. പാറകൾ ഇടിഞ്ഞു വീണ ജവാൻ നഗറിലെത്തിയ MPയോട് വീട്ടുകാർ സംഭവം വിവരിച്ചു.
തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും UDF നേതാക്കളും MP-ക്കൊപ്പം വിവിധ സ്ഥലങ്ങളിൽ എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ ചെറുതാഴം പഞ്ചായത്തിലെ കോട്ടക്കുന്ന് കോട്ട പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സന്ദർശിച്ചു. പ്രദേശവാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുകയും ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്ത് ക്ലോറിനേഷൻ ചെയ്യുകയും പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ കോട്ടക്കുന്ന് കോട്ട പ്രദേശങ്ങൾ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഈ ഭാഗത്ത് 40ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് പ്രദേശത്ത് വെള്ളം കയറിയത്. ഇതോടെ പ്രദേശത്ത് താമസിക്കുന്നവർ ദുരിതത്തിലായി. വെള്ളം കയറിയ വീടുകളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. എല്ലാ വർഷവും മഴക്കാലത്ത് ഈ ഭാഗങ്ങളിൽ വെള്ളം കയറാറുണ്ട്. പ്രദേശവാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പറഞ്ഞു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 2-3 വാർഡുകളിൽ, പ്രത്യേകിച്ച് ഈ കോട്ടക്കുന്നിൻ്റെ കോട്ട പ്രദേശത്ത് 40ഓളം കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. ഈ കുടുംബങ്ങൾ നമ്മുടെ പെരുമ്പപ്പുഴയുടെ ഓരത്താണ് എത്രയോ കാലമായിട്ട് പൊതുവിൽ താമസിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ മിക്കവാറും ഈ 40 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ഉപയങ്ങൾ 10-35ഓളം വരുന്ന പശുക്കൾ, ആടുകൾ, കോഴി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. മിക്കവാറും എല്ലാ കാലത്തും കാലവർഷക്കെടുതി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഫലം കാണാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഈ പെരുമ്പപ്പുഴയുടെ ഓരത്തെ കരയിടിച്ചലാണ് ഇതിനെ വല്ലാതെ ബാധിക്കുന്നത്. അപ്പോൾ പുഴ കരകവിഞ്ഞൊഴുകിയതിൻ്റെ ഫലമായി പ്രദേശത്തെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന പൊതുസ്ഥിതിവിശേഷമാണുള്ളത്. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ ചെയ്യുകയും എലിപ്പനി രോഗപ്രതിരോധ ഗുളിക വിതരണം ചെയ്യുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ IV കൃഷ്ണറാം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PV ഗോപാലകൃഷ്ണൻ, ആശാവർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാൽപന്ത് കളിയിലെ മിന്നും താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത റഫറിയുമായിരുന്ന വലിയ പറമ്പിലെ TK അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി വേറിട്ട കാരുണ്യയാത്ര നടത്തി. ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് ഉടമകൾ കവ്വായിക്കായലിലൂടെ നടത്തിയ 2 മണിക്കൂർ കാരുണ്യയാത്രയിലൂടെ അവർ സ്വരൂപിച്ചത് 500,000-ൽ പരം രൂപയാണ്. ഒരു കാലത്ത് വിവിധ സ്ഥലങ്ങളിലെ കളിക്കളങ്ങളിൽ കാൽപന്ത് കളി മത്സരങ്ങളിൽ മിന്നൽ പിണറായി വലിയ പറമ്പിൽ നിന്നുമെത്തിയ TK അനിൽകുമാർ കാണികൾക്ക് എന്നും ആവേശമായിരുന്നു. അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും ഇദ്ദേഹം സജീവമായിരുന്നു. സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ചികിത്സയ്ക്ക് പണം കണ്ടെത്തി നൽകുന്നത് പോലെ ആദ്യമായി ഹൗസ് ബോട്ട് കായലിൽ ഇറക്കി കാരുണ്യയാത്ര നടത്തിയാണ് ബോട്ടുടമകൾ അർബുദബാധിതനായ അനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി തുക സ്വരൂപിച്ചത്. വലിയ പറമ്പ് KGM ക്ലബിന്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാർ 5 വർഷമായി ചികിത്സയിലാണ്. 51 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു മാസം 1.5 ലക്ഷം രൂപയുടെ മരുന്നുകൾ കഴിച്ചാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായം സ്വരൂപിക്കാൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. വലിയ പറമ്പിലെ കുമാരന്റെയും TK മാധവിയുടെയും മകനാണ് അനിൽകുമാർ. PV സുനിതയാണ് ഭാര്യ. ജന്മന അസുഖബാധിതനായ ഏകമകൻ അഭിജിത്ത് 21 വർഷമായി വീൽചെയറിലാണ് ജീവിതം നീക്കുന്നത്. ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയിൽ സമാഹരിച്ച തുക ഭാരവാഹികൾ അനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ബോട്ടിൽ നടന്ന ചടങ്ങിൽ കൈമാറി. M. സജേഷ് അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സമിതി കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, NB തമ്പാൻ, K. ബാലൻ, PP അശോകൻ, KV ഹരിദാസ്, C. രാജു, C. കുമാരൻ, KM രാജേഷ് കുമാർ, PP സോമൻ, KV സജിത്ത്, ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ വടക്കു ഭാഗത്ത് കുന്നിടിഞ്ഞ് വീടുകൾക്ക് സമീപം വീണു. കൂറ്റൻ പാറകൾ വീണതിന്റെ ഞെട്ടലിലാണ് പയ്യങ്കി ജവാൻ നഗറിലെ നിരവധി കുടുംബങ്ങൾ. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ പയ്യങ്കി ജവാൻ നഗറിലെ കുടുംബങ്ങൾ വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ചയിലെ ഭീതിയിൽ നിന്ന് ഇവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. 9 മണിക്കാണ് സംഭവം ഉണ്ടായത്. ചെറുങ്ങനെ ശബ്ദം കിട്ടി ഞാൻ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു കല്ല് വീണ് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വളപ്പിലൊരു കല്ല് വീണു. ഭയങ്കര പേടിച്ചോടുകൂടി ഞാൻ എണീച്ചോടി.
വീട്ടിൻ്റെ അടുത്ത് ഒരു കല്ല് വീണ്, അത് ഭയങ്കരമായ കല്ല്. അതും പേടിച്ച്, അതും വിളിച്ചപ്പോൾ പാത്ത് ഓൾറെഡി ഉണ്ടായിട്ടാണ് ഉളുമ്മാൻ്റെ വരക്ക ഉണ്ടായത്. പയ്യങ്കി ജവാൻ നഗറിലെ കാവൂട്ടൻ കമലാക്ഷിയുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് വലിയ പാറ പിളർന്നു വീഴുകയായിരുന്നു. AG സുലൈമാന്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കൂറ്റൻ പാറ വീണത്. കമലാക്ഷി വീട്ടിൽ തനിച്ചായിരുന്നു. സുലൈമാന്റെ കുടുംബാംഗങ്ങളെല്ലാം വീടിനകത്തുണ്ടായിരുന്നു. ഏത് നിമിഷവും കുന്നിടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും ജവാൻ നഗറിലെത്തി. വലിയൊരു ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. AG സുലൈമാന്റെ കുടുംബാംഗങ്ങളും കമലാക്ഷിയും തൊട്ടടുത്ത വീടുകളിലെ K രതീഷ്, VK അസൂറാബി എന്നിവരുടെ കുടുംബങ്ങളും മാറി താമസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സിനിമാ സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ മൃദുൽ നായർ ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം സിനിമാ സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ മൃദുൽ നായർ ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് നമ്മൾ സക്സസ്ഫുള്ളോ അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയറോ ആവുന്നത്. സോ അതെപ്പോഴും കഥ വരുമ്പോഴുള്ള സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണകാലം, ബെസ്റ്റ് ഗോൾഡൻ ടൈം ഓഫ് യുവർ ലൈഫ്, അതാണ് നിങ്ങൾ ഈ ഒരു നിങ്ങൾ +1 പോകുന്നവരാണ്. എനിക്ക് സിനിമയിലും പുറത്തും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ബട്ട് ഇഫ് യു ആസ്ക് മീ നെയിം മൈ 4 ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞാൻ പറയും കണ്ടങ്ങാടിയിൽ ഒരു അനൂപ്, കൈയോടൂർ ഒരു പ്രവീണ്, കേരളത്തിലൊരു ഇഷാമ്, പഴയങ്ങാടിയിലൊരു നിയാസ്. ഇപ്പം ഐ 40. ഇപ്പോഴും എനിക്ക് ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ 4 പേരാണ് ഫസ്റ്റ് എൻ്റെ ഓടിയത്. ആൻഡ് ദേ വർ മൈ +1 ഫ്രണ്ട്സ്. ദേ സ്റ്റിൽ മൈ ഫ്രണ്ട്സ്. വാർഡ് കൗൺസിലർ M പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് TV വിനോദ്, മദർ PTA പ്രസിഡന്റ് സുജിത അജീഷ്, മായ P പ്രദീപൻ, ശ്രീജ BN, അനിൽകുമാർ OK, PV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് +2 വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുഞ്ഞി KC സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് V നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ്, അഷറഫ്, രഘുനാഥ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. +1 ജില്ലാതല പ്രവേശനോത്സവം വരവേൽപ്പ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ മികച്ച പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. സാങ്കേതിക രംഗത്ത് സിലബസ് പഠനം മാത്രമല്ല വിദ്യാഭ്യാസം. സാങ്കേതിക വിദ്യകളിൽ വന്ന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും MLA പറഞ്ഞു. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ പഠനമെന്ന് പറയുന്നതിന് ഒരു ഭാഗം കൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. പഠനമെന്ന് പറയുന്നത് ഒരിക്കലും സിലബസ് പള്ളിപുള്ളി തെറ്റാതെ പഠിച്ച് പരീക്ഷാ പേപ്പറിൽ പകർത്തി എഴുതി മാർക്ക് വാങ്ങിച്ച് അഭിമാനപൂർവ്വം ആ മാർക്കിനെ നോക്കിക്കാണുന്നതല്ല എന്ന തിരിച്ചറിവോടുകൂടി ഗൗരവപൂർവ്വം നിങ്ങൾ പഠനത്തെ സമീപിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ +1 +2 കാലഘട്ടം, ഹയർ സെക്കൻഡറി അല്ലെ VHS കാലഘട്ടം എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയിൽ നിങ്ങളുടെ പഠനത്തിന് ഗൗരവമായ തലമുണ്ടാകും. നിങ്ങളുടെ പഠനത്തോടൊപ്പം പത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, PXB ആട്രിക്സ് മരിയ, രേഷ്മ പരാഗൻ, PV സജീവൻ, K അനിത, K കൃഷ്ണൻ, ശ്രീധരൻ കൈതപ്രം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇത് കൂണുകൾ മുളപൊട്ടുന്ന കാലം. ആളൊഴിഞ്ഞ പറമ്പുകളിൽ കുറച്ചു പണിപ്പെട്ടാൽ ഇന്നും നമുക്ക് കൂൺ കണ്ടെത്താനാകും. അതിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഇത് കൂണുകൾ മുളപൊട്ടുന്ന കാലം. മഴക്കാലം തുടങ്ങുമ്പോൾ ഇടിവെട്ടുമ്പോഴാണ് സാധാരണ ആളൊഴിഞ്ഞ പറമ്പുകളിൽ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ മുളപൊട്ടാറ്. പണ്ടൊക്കെ ഒഴിഞ്ഞ പറമ്പുകൾ ധാരാളമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇത്തരം കൂണുകളും സർവ്വസാധാരണമായിരുന്നു. രാത്രി ഇടിവെട്ടുന്നുണ്ടെങ്കിൽ രാവിലെ പറമ്പുകളിലേക്ക് ഓടുന്നത് ഒരു രസമായിരുന്നുവെന്ന് പഴമക്കാർ ഓർത്തെടുക്കുന്നു. ഈ കൂണ് മുമ്പ് കാലഘട്ടത്തിൽ ഒരു പെടിയുണ്ടാവും. അത് ഒഴിഞ്ഞ പറമ്പിലല്ലാത്ത ഇടിയും മഴയില്ല സമയത്താണ് ഉണ്ടാവുന്നത്. അങ്ങനെ പറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കറിക്കെല്ലാം വേണ്ടി ഉപയോഗിക്കലില്ല. ഇന്നത് ഇല്ല, മുമ്പിൽ വ്യാപകമായിട്ടില്ല പോലെ ഇന്നില്ല. ഇന്നത് കൃത്രിമമായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷേ അന്നത്തെ ടേസ്റ്റ് ഇന്ന് വാങ്ങുന്നതിന് കിട്ടാൻ സാധ്യതയില്ല. അതാണ് ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി. ഇപ്പോഴും ആളൊഴിഞ്ഞ പറമ്പുകളിൽ കൂണുകൾ മുളപൊട്ടുന്നുണ്ട്. അത് കണ്ടെടുക്കുക ശ്രമകരമാണെന്ന് മാത്രം. പക്ഷേ അതിന്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. അത് കൃത്രിമ കൂണുകൾക്കൊന്നും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല താനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലേക്ക് വളരെ ആഹ്ലാദത്തോടുകൂടി പഠിക്കാൻ, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസം എന്തായാലും മസ്റ്റാണ്. തുടർന്ന് അങ്ങോട്ട് നമുക്കൊരു ജോലിയിലെത്തണം. അങ്ങനെ നമുക്കറിയാം, ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം നമ്മളെ കരിവള്ളൂർ ഏലീസ്മാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാ ജില്ലയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് അതിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളെ, നിങ്ങളെ പുതിയ തലമുറയുടെ ബ്രെയിനാണ് നമ്മളെ നാടിൻ്റെ ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മുടെ നാടിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ നമ്മൾ നാടിന് പ്രയോജനപ്പെടുത്തണമെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഉറങ്ങാൻ പാടില്ല. ചടങ്ങിൽ പ്രിൻസിപ്പൽ രഞ്ജിത്ത് M അധ്യക്ഷനായി. IRPC പയ്യന്നൂർ സോണൽ ജോയിന്റ് കൺവീനർ TV നാരായണൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. IRPC പയ്യന്നൂർ സോണൽ വൈസ് ചെയർമാൻ PV ലക്ഷ്മണൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പയ്യന്നൂർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ക്ലാസ് എടുത്തു. PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, K രവീന്ദ്രൻ, അപ്യാൽ രാഘവൻ, അമ്മയ സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാലക്കുന്ന് പാഠശാലയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. സിവിൽ സർവീസ് നീന്തൽ താരം C ചന്ദ്രൻ മാസ്റ്ററാണ് പരിശീലകൻ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. വടക്കുംപാട് നമ്പിക്കുളത്തിൽ നടക്കുന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ ട്രഷറിയിലെ അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ ഗഫൂർ OT കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷത വഹിച്ചു. കൊടക്കാട് നാരായണൻ, C ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് ദേശീയ നീന്തൽ താരം C ചന്ദ്രൻ മാസ്റ്ററാണ് പരിശീലകൻ. 10 വയസ്സിന് മുകളിലുള്ള 34 കുട്ടികളാണ് ഒന്നാം ബാച്ചിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ഷെയർ തട്ടിപ്പ്. കൈതപ്രം സ്വദേശിയുടെ 38 ലക്ഷം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ രാജസ്ഥാനിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടി. ജയ്പൂർ സ്വദേശി കമലേഷിനെയാണ് പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. താവം മേൽപ്പാലത്തിലെ കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. മേൽപ്പാലത്തിലെ കുഴിയടക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. ശക്തമായ മഴയെ തുടർന്ന് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. റോഡുകൾ പലതും സഞ്ചാരയോഗ്യമല്ലാതായി. നഗരസഭയിലെ കാപ്പാട്, കാനായി, തോട്ടംകടവ്, പറവന്തട്ട, മുത്തത്തി പ്രദേശത്തെ വീടുകളിൽ നിന്നും ആൾക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചെറുകുന്ന് കുന്നിൻ മതിലകം ശിവക്ഷേത്രത്തിന് സമീപം കുന്നിടിഞ്ഞു. ക്ഷേത്രം അപകട ഭീഷണിയിൽ. ക്ഷേത്രമതിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിൽ. M വിജിൻ MLA സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.